ഹായ്. നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ ടോട്ടൻഹാം വേഴ്സസ് എൻറിച്ച് ഫ്രാങ്ക്ഫർട്ടിൻ്റെ യൂറോപ്പ ലീഗ് മാച്ചായിരുന്നു. ഇന്നലെ ആക്ച്വലി ഞാൻ യുണൈറ്റഡ് വേഴ്സസ് ലിയോൺ മാച്ച് കാണണമെന്നാണ് വിചാരിച്ചത്. പിന്നെ തട്ടിമറിയിട്ട് ഇവരെ കളിയാണ് കണ്ടത്. പിന്നെ ഇത് സ്കോറ് 1-1. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും 1-1 ഓക്കെ ആയിട്ടുള്ള റിസൾട്ടാണ്. ടോട്ടൻഹാമിന് അവിടെ പോയിട്ട് എന്തെങ്കിലും ടോട്ടൻഹാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൻഹാമിന് അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് ആക്ച്വലി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ നമ്മളാ ബിഗ് ബി സിനിമയിൽ മമ്മൂട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിൽ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, പണിയാണ്, നമുക്ക് പണിയാന്ന് പറയുന്നത്. അതേപോലെ അവരുടെ അടുത്ത് അവരെ ഹോമിലൊക്കെ പോയിട്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈവൻ ബിഗ് ടീംസിന് പോലും പണിയാണ്. ഈ ഒരു അറ്റ്ലാന്റെല്ലാംമാരിയുള്ള ടീമാണ്. അറ്റ്ലാന്റയില്ലേ, ഇറ്റലിയിൽ കഴിഞ്ഞ യൂറോപ്പ ലീഗിൽ അടിച്ച അവരെല്ലാം പോലുള്ളൊരു ടീമാണ്. അവർ എന്താ പറയുക, വളരെ കോമ്പാക്റ്റായിട്ട് നിൽക്കും, പിന്നെ വളരെ ഫ്ലാഷി ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കും. പ്ലേയേഴ്സ് വലിയ അത്ര ഭയങ്കര പ്ലേയേഴ്സൊന്നുമില്ല, പക്ഷെ ഉള്ള പ്ലേയേഴ്സിൽ നല്ല ഹാർഡ് വർക്കേഴ്സാണ്. പിന്നെ നല്ല സ്കൗട്ടെല്ലാം ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളൊരു ടീമാണ്. ഒരു ഡോട്ട്മുണ്ട് ആ ലെവൽ, ആ ഒരു മോഡൽ ഓഫ് ടീമാണ്. അപ്പോൾ അവരെ ഹോമിൽ പോയിട്ട് അടിക്കാന്നെല്ലാം പറഞ്ഞാൽ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മളെ കളിയിലേക്ക് വരാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് 6ാമത്തെ മിനിറ്റിൽ തന്നെ ഇവരായിരുന്നു സ്കോർ ചെയ്തത്. നല്ല കളിയുണ്ടായ ടോട്ടൻഹാമിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ്. 6ാമത്തെ മിനിറ്റിൽ ഇക്കി ടിക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ, അയാളാണ് സ്കോർ ചെയ്തത്. മിഡിൽ നിന്ന് ഇവൻ നമ്മളെ മാഡിസണിൻ്റെ കയ്യിൽ നിന്ന് ബോൾ അവരെ മിഡ് ദിക്രി എന്നാറ്റം പറഞ്ഞിട്ടുള്ള ദിക്രി, അങ്ങനെ ഒരു പ്ലെയർ ബോൾ റാഞ്ചി അങ്ങനെ ബോൾ ഇട്ട് കൊടുത്ത്. ഞാൻ വിചാരിച്ച ഒരു നല്ല ഗോളായിരുന്നു. അത് ഞാൻ ബോൾ മാറ്റി കൊടുക്കുന്ന വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ പാരലായിട്ട് വേറെ പ്ലെയർ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ മാറ്റിയിട്ടൊന്നും കൊടുത്തില്ല, നേരെ സ്കോർ ചെയ്ത് ഒരു സൈഡിലോട്ടേക്ക് ഫിനിഷ് ചെയ്ത്. പിന്നെ അതിന് തിരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ 26ാമത്തെ മിനിറ്റിൽ നമ്മളെ പെട്രോ പോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ, സ്പാനിഷ് പ്ലെയറാണ്. നാഷണൽ ടീമിലൊന്നും ഞാൻ കണ്ടില്ല, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള പ്ലെയർ. എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും നമ്മുടെ സെവില്ലെന്നോ അത്ലറ്റിക്കോ ബിൽബാओ എന്നിട്ട് വന്ന പ്ലെയർ ആയിരിക്കും. ടോട്ടൻഹാം പൊതുവെ അങ്ങനെയുള്ള അവിടെ നിന്നുള്ള പ്ലെയേഴ്സിനെ നല്ലോണം സൈൻ ചെയ്യുന്ന പ്ലെയറാണ്. സൊൾഡാഡോവിനെല്ലാം പണ്ട് സെവില്ലയിൽ നിന്ന് സൈൻ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. കുറേ പ്ലെയേഴ്സിനെ അവർ നന്നായിട്ട് അവിടെ നിന്നുള്ള പ്ലെയേഴ്സിനെ, ക്വാളിറ്റി പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്ന ടീമാണല്ലോ. അപ്പോൾ നല്ലൊരു മാഡിസണൊരു ബോൾ എടുത്തു, അത് മറ്റേ ഒരു ബാക്ക് ഹീൽ ഫ്ലിപ്പിലോട്ട് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യുകയും ചെയ്തു. പിന്നെ 2ാമത്തെ ഹാഫിൽ വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ, 2ാമത്തെ ഹാഫ് കുറച്ചുകൂടി ഒരു 70 മിനിറ്റ് വരെ എല്ലാം നല്ല കളിയായിരുന്നു. അതിനുശേഷം ഇവർ എവേ സൈഡ് എൻറിച്ച് ഫ്രാങ്ക്ഫർട്ട് ഒന്ന് ഡൗൺ ആയി. അതായത് 70 മിനിറ്റിന് ശേഷം 66-70 മിനിറ്റിന് ശേഷം അവർ നല്ലോണം കുറച്ച് എന്താ പറയുക, അവരെ അറ്റാക്കുകളൊന്നും തീരെ ഷാർപ്പില്ലാത്ത, കൗണ്ടർ അടിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അത്ര ഷാർപ്പാകുന്ന പോലെ തോന്നിയിട്ടില്ല. പിന്നെ ഒരു പ്ലെയറെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ, ഇവരെ ലെഫ്റ്റ് വിങ് കളിച്ച ഒരു തിയാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ. തിയാറ്റ എന്ന് പറഞ്ഞ പ്ലെയർ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഞാൻ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബെൽജിയം ഇൻ്റർനാഷണലാണ്. നല്ല അടിപൊളിയായിട്ട് ബോളെല്ലാം ഇളക്കി കൊടുക്കുന്നുണ്ട്, കറക്റ്റ് നല്ല ക്ലിയർ ആയിട്ടുള്ള ബോളുകളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ പ്ലെയേഴ്സിനെ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ച്. പിന്നെ അതിൽ വേറൊരു പ്ലെയർ എന്ന് വെച്ചാൽ ഗോൾ കീപ്പർ, ഇവരെ ബ്രസീലിയൻ നാഷണൽ ഇവരെ ആ പ്ലെയറിൻ്റെ പേര് സാൻഡോസ് എന്നാണ്. പ്ലെയറിൻ്റെ പേര് സാൻഡോസ്. നല്ല അടിപൊളി ഗോൾ കീപ്പർ. 22 വയസ്സാവുള്ളൂ. നല്ല പടക്കം വരെയുള്ള ഗോൾ കീപ്പറാണ്. പിന്നെ ഒരു അത്യാവശ്യം ബോളൊക്കെ തട്ടുന്നുണ്ട്. ഒരു 55 തൊട്ടിട്ട് 59 മിനിറ്റ് വരെ 3 ചാൻസ്. അത് ഒന്ന് ബാറിന് കൊണ്ട് ബെർഗ്വാൾ എന്ന് പറഞ്ഞ പ്ലെയർ, നമ്മുടെ സ്വീഡിഷ് ഇൻ്റർനാഷണൽ, അയാൾ അടിച്ച ബോൾ ബാറിന് കൊണ്ട്. പിന്നെ രണ്ടാമത്തെ സണ്ണിൻ്റെ ഒരു ബോൾ സേവ് ചെയ്ത്. അതേപോലെ തന്നെ മാഡിസണിൻ്റെ 59ാമത്തെ മിനിറ്റിൽ മാഡിസണിൻ്റെ സേവ് ചെയ്തു. പിന്നെ കളി ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടൊരു 65-70 മിനിറ്റ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ടൈം തൊട്ടിട്ട് ടോട്ടൻഹാമിന് സ്കോർ ചെയ്യായിരുന്നു. അവിടെയാണ് ഈ ടോട്ടൻഹാം ടീമിൻ്റെ പ്രശ്നങ്ങൾ. അതൊരു വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട വിഷയമാണ് ടോട്ടൻഹാം ടീമിൻ്റെ വിഷയങ്ങൾ. ഒരു യൂറോപ്യൻ നൈറ്റായിട്ട് റിച്ചാർഡ്സനെ പോലുള്ള ഒരു പ്ലെയറെ വെച്ചിട്ട് അവർ ഇറക്കിയതെന്ന് വെച്ചാൽ മറ്റേ സൊളങ്കി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറാണ്. സൊളങ്കിയും പെർഫോം ചെയ്തില്ല. സൊളങ്കിയിൽ ഇന്നലെ കളിക്കേണ്ടതാണ്. അത്യാവശ്യം യൂറോപ്പിലെല്ലാം അയാൾക്ക് ചാൻസ് ആയിട്ട് കഴിഞ്ഞ മുമ്പത്തെ സീസണിലെല്ലാം ബോൺമൗത്തിലെല്ലാം കളിച്ചാണ്. ലിവർപൂളിൽ നിന്ന് ബോൺമൗത്തിലെല്ലാം പോയി. അപ്പോൾ ഇവർ ടോട്ടൻഹാം ഒരു നല്ലൊരു ചാൻസ് കൊടുത്ത് അത് യൂട്ടിലൈസ് ചെയ്യണ്ടേ. അപ്പോൾ അയാൾ അത്ര എന്താ പറയുക കളിക്കണമായിരുന്നു, പക്ഷെ അതുണ്ടായില്ല. 85ാമത്തെ മിനിറ്റിൽ റിച്ചാർഡ്സൺ ഇറക്കി. ഇറക്കുന്നുണ്ട് മിനിമം 70ാമത്തെ മിനിറ്റിലെങ്കിലും ഇറക്കണം. ഇത് ഇപ്പോൾ 85 മിനിറ്റിലെല്ലാം ഇറക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ.
പിന്നെ ഒരു 79 ആ മിനിറ്റിൽ നമ്മളെ സണ്ണിനെയും മാഡിസണെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിട്ടൊരു ടെറ്റെ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ, പിന്നെ സർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ അതെല്ലാം ഇറങ്ങി. അവനെ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. ഒരു 82-ാമത്തെ മിനിറ്റിലൊരു നല്ലൊരു ക്രോസ് കൊടുത്തിരുന്നു ബോക്സിൻ്റെ ഉള്ളിലേക്ക്. അപ്പോഴത്തേക്ക് ഇത് ഈ ചെറിയ രീതിയിൽ കോർണർ ആയിരുന്നു വെച്ചാൽ ഇത് പ്ലെയറിൻ്റെ പുറത്ത് ടച്ച് ചെയ്ത പോലെ കണ്ട ടിയാറ്റൻ്റെ ഇവിടെ എൻറിച്ച് ഫ്രാങ്ക്ഫർട്ട് ഡിഫൻഡറെ. പക്ഷേ അപ്പോഴത്തേക്ക് അത് റെഫറി കൊടുത്തില്ല. അയാൾ തർക്കിച്ച് അയാൾക്ക് യെല്ലോ കാർഡും കിട്ടി. അപ്പോൾ പിന്നെ അങ്ങനെയെല്ലാം ഉള്ളത്. ഇന്ന് പൊതുവേ നല്ല കളിയായിരുന്നു. പിന്നെ അവരെ ഈ കുറേ പ്ലെയേഴ്സിന് നമുക്ക് ഇതായി എന്താ വെച്ചാൽ ഇവരെ സ്കോർ ചെയ്ത എൻകിറ്റിക്കെ. അപ്പോൾ അയാൾ ഫ്രഞ്ച് ഇൻ്റർനാഷണലാണ്. ഏകദേശം വല്ല ആഫ്രിക്കൻ നാട്ടിലുള്ള ഇതിലെ പ്ലെയറാണ്. പക്ഷേ ഫ്രഞ്ച് ഇൻ്റർനാഷണലാണ്. 22 വയസ്സുള്ളൂ. പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിലായിട്ട് നല്ല ലിങ്ക് കാണുന്നുണ്ട്. പിന്നെ പൊതുവെ നല്ല കളിയായിരുന്നു, അടിപൊളി കളിയായിരുന്നു. പക്ഷേ ഇനി ശരിക്കുള്ള കളി വരുന്നത് അവിടെയാണ്. അത് ഞാൻ അടുത്ത ലെഗും ഇതെന്താ ഈ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഇതിനകത്തെല്ലാം കുറേ കളി നടന്നില്ല. അതിനകത്ത് ഏറ്റവും നല്ല കളി നടക്കാൻ പോകുന്നത് അവിടെയാണ്. എല്ലാവരും ആരെങ്കിലും എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടെല്ലാം സജസ്റ്റ് ചെയ്തു. അടിപൊളി നല്ല രസമുള്ള ഗെയിമായിരിക്കും അവിടെ പ്രത്യേകിച്ച് അവരെ ഹോമിൽ. ഈ എൻറിച്ച് ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ടീമല്ല, 3-ാം സ്ഥാനത്താണ്. ബയണിനും ഡോട്ട്മുണ്ടിനും ശേഷം 3-ാം സ്ഥാനത്തുള്ള ടീമാണ് ബുണ്ടസ്ലീഗയിൽ. പിന്നെ എനിക്ക് ടീമിനെ പരിചയം എന്ന് പറഞ്ഞാൽ ഒരു 3 സീസണിനായിട്ട് മുമ്പ് നമ്മളെ ബാസ ഇവരുടെ അടുത്ത് ചാമ്പ്യൻസ് യൂറോപ്പ ലീഗിൽ കളിച്ചിരുന്നു. അപ്പോൾ അന്നേരം സെമീല ക്വാർട്ടറിലാന്ന് ഓർമ്മില്ല. അവരെ നല്ല വൃത്തിക്ക് ബാസന ചെയ്തിട്ട് വിട്ട സാവിയായിരുന്നു അന്നേരം കോച്ച്. അപ്പോൾ അങ്ങനെയല്ല ഉള്ളത്. എന്തായാലും ഇനി അടുത്ത ലെഗ് ഞാൻ ഇതിൻ്റെ തന്നെ 2-ാം ലെഗിൻ്റെ റിവ്യൂയും കൂടി ചെയ്യും. ഓക്കെ, ഇൻഷാ അല്ലാഹ്.